പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓൺലൈനായിട്ടൊരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് സാരി ബ്ലൗസിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരിക. പാർട്ടായിട്ട് തന്നെ നമുക്കത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് എത്രത്തോളം നമുക്ക് സമയം കിട്ടുക അത്രത്തോളം നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സാരി ബ്ലൗസ് നമ്മൾ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ് നമ്മൾ വെട്ടുന്നത്. ബാക്ക് സൈഡ് നമ്മൾ വെട്ടുമ്പോൾ നാലായിട്ട് മടക്കിയിട്ട് കൈപ്പിടി വെട്ടി ഇങ്ങനെയാണ് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഒരു പാറ്റേൺ. ഈ പാറ്റേൺ വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് ഷോൾഡർ. ഈ ഷോൾഡർ നമ്മൾ ഏത് ബോഡി വണ്ണമാണെങ്കിലും അതിൻ്റെ 1/6 നമ്മൾ അളവ് കൊടുക്കുന്നത്. 6/1 അളവ് കൊടുക്കുകയും ഒപ്പം ഈ കൈക്കുഴി, അതായത് ഈ കൈക്കുഴി നമ്മൾ സ്ക്വയർ ഇങ്ങനെ വരച്ചിട്ടാണ് നമ്മൾ ഈ കൈക്കുഴി വെട്ടുന്നത്. അപ്പോൾ കൈക്കുഴിയും നമ്മൾ എത്ര വെക്കണം? 6/1 ബോഡി വണ്ണത്തിൻ്റെ 6/1 എത്രയാണോ അത്രയാണ് നമ്മൾ ഷോൾഡറും കൈക്കുഴിയും കൊടുക്കുന്നത്. കൈക്കുഴി കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്യുമ്പോൾ ഷോൾഡർ നമ്മൾ ബാക്കിലേക്കും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഈ ഷേപ്പ് കഴിഞ്ഞ് തള്ളിയിട്ട് വേണം നമ്മൾ ഈ സ്ക്വയർ വരച്ച് ഇവിടെ നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത് കൊടുക്കുക. കൈക്കുഴിയുടെ ലെങ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൈക്കുഴി നമ്മൾ എത്രയാണ്, ഇപ്പോൾ 6 ഇഞ്ച് കൈപ്പിഴി കൊടുത്തിരുന്നെങ്കിൽ 6 ഇഞ്ചിൻ്റെ നേർ പകുതി 3. ഈ 3-ൽ നിന്നാണ് നമ്മൾ ഈ ഓവൽ ഇങ്ങനെ പോകാൻ. ഓവൽ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം മിനിമം 1.25 അല്ലെങ്കിൽ 1.5. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു അളവ്. ഈ അളവിൻ്റെ കാര്യം പ്രത്യേകം നിങ്ങളുടെ ബുക്കിൽ എഴുതിയിടണം. പിന്നെ ബാക്ക് കാര്യം നമ്മൾ പറയുമ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ബോഡി വണ്ണം അനുസരിച്ച് ഇറക്കി കൊടുക്കും. ഇങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ ബാക്ക് നെക്ക് നമുക്ക് കാര്യമായ രീതിയിൽ യു കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് തന്നെ യു ഇങ്ങനെ വരയ്ക്കണം. ഈ യു വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ഒരു ഭാഗം ഈ റൗണ്ടിൽ 1/2 ഇഞ്ച് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ല. എങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്ക് നെക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു യു കിട്ടും. ഇങ്ങനെ ഒരു യു നമ്മൾ ബാക്കിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാരണത്താൽ ഒരുപാട് മുന്നോട്ടും പുറകോട്ടും പോകാൻ പാടില്ല. അത് 4 ഇഞ്ച് വ്യത്യാസം നമുക്ക് വന്നാൽ നമ്മുടെ ഈ യുവിനെ ബാധിക്കും. ഇട്ട് കഴിയുമ്പോൾ അത് യു കിട്ടാതെ ഈ ഭാഗം ഏകദേശം സ്ക്വയർ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അതുപോലെ റൗണ്ട് വരച്ച് വേണം എപ്പോഴും വെക്കാൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത്, ബാക്കിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ തള്ളി പോകുന്ന ഒരു ഭാഗം പറയുന്നു. അതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൈക്കുഴിക്ക് നമ്മൾ ഇവിടെ വരും. കൈക്കുഴി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൈക്കുഴി ഇതും തമ്മിൽ നമ്മൾ നോക്കണം. ഇങ്ങനൊരു വര വരച്ചിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ കൈക്കുഴി കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം എത്രയുണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പം 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് നമ്മൾ ഇവിടെ കുറച്ച് കൊടുക്കും. ഏതായാലും ഷോൾഡർ കുറച്ച് കൊടുക്കും. ഇപ്പോൾ ബാക്കിനൊക്കെ 2 ഇഞ്ചായി ഇറങ്ങിയിട്ടുണ്ട്. 2 ഇഞ്ചിന് നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് ഷോൾഡർ. ആ 1/2 ഇഞ്ച് ഷോൾഡർ ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഷോൾഡർ വൈഡ് ചെയ്ത് ഒരു പുറത്തേക്ക് പ്രത്യേകം ഓർക്കണം. 1 ഇഞ്ച് ഈ കൈപ്പൊടിയിൽ നിന്നും എത്ര ഇഞ്ച് ബാക്കിനെ ഇറങ്ങണോ ആ ഇറങ്ങുന്ന സമയത്ത് അതിൽ നിന്നും 4 ഇഞ്ച് ചെയ്ത് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കും. 2 ഇഞ്ച് ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കണം. 3 ഇഞ്ച് ഉണ്ടെങ്കിൽ 3/4 ഇഞ്ച് ഇറക്കി കൊടുത്ത് ഷോൾഡർ വെട്ടാറുണ്ട്. ഈ ഷോൾഡർ അങ്ങനെ വെട്ടുമ്പോൾ ഒരു കാരണവശാലും ഈ ഷോൾഡർ ഊരി പോകത്തേയില്ല. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ബാക്കിനൊക്കെ വെട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഷോൾഡറിൻ്റെ വശം ഒരു കൂർപ്പിച്ച് കൊടുക്കാൻ പാടില്ല. പ്രത്യേകം അത് ഓർക്കണം. അതായത് ഷോൾഡർ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമുണ്ട്, അതായത് ഈ ഒരു ഭാഗം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ശരി ക്രോസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് ഷോൾഡർ വരയ്ക്കുമ്പോൾ ഈ ഭാഗത്ത് തന്നെ വരച്ച് കാണിക്കാം. ഈ ചെറിയ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഈ കത്രയും കൊണ്ട് വെട്ടാൻ നല്ലത് 4 ഇങ്ങനെ കഴിഞ്ഞിട്ട് വെട്ടിപ്പോകും. ഇങ്ങനെ കുത്തനെ നമ്മൾ വെച്ചാൽ നമ്മൾ ബാക്ക് ബേസ് വരെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ വശം നമുക്ക് എന്ത് പറ്റും? ഒരു കോഴിച്ച രീതിയിൽ ആയിരിക്കും. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ സാരി ബ്ലൗസ് കാര്യവും ശ്രദ്ധിച്ചിരിക്കുക. ഇന്നിപ്പോൾ നമുക്ക് പറഞ്ഞു തരാനുള്ള
ഇത്രയുമാണ്. ബാക്കി തുറക്കഥയായിട്ട് തന്നെ നമ്മുടെ മോഡൽ വരച്ച് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ വക കാര്യങ്ങൾ അടുത്ത സാരി ദിവസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ഒപ്പം ഇത് ബുക്കിൽ എഴുതി വരച്ചിടുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിനെ തന്നെ ഞാൻ കുറേ കാര്യം കൂടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൻ്റെ വീഡിയോകളില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ, നന്മകൾ കിട്ടട്ടെ. അറിവുകൾ എല്ലാവരും അറിഞ്ഞ് പങ്കിടുക, കൂടുതലും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.